ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ഞാൻ അടുത്ത പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ് ആണ്. നമ്മൾ 6th മോഡ്യൂളിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി ടോപ്പിക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ എന്താണ് ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ് എന്നുള്ളത് നോക്കാം. ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ റൊട്ടേഷണൽ ആക്സിസിന് പാരലായിട്ടാണ് ഫ്ലോ നടക്കുന്നത്. കംപ്രസറിൻ്റെ റൊട്ടേഷണൽ ആക്സിസിന് പാരലായിട്ടാണ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇപ്പോൾ എന്തൊക്കെ പാർട്സാണ് ഉള്ളത്. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്രാം കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഡയഗ്രവും അതിൻ്റെ പാർട്സ്. ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ്. അപ്പോൾ നമുക്ക് ഇൻലെറ്റ് എയർ എൻ്റർ ചെയ്യുന്നത് ഈ സൈഡിൽ നിന്നാണ് എൻ്റർ ചെയ്യുന്നത്. എയർ എൻ്റർ ചെയ്യുന്ന ഇൻലെറ്റ് എയർ. അപ്പോൾ ഇതിനകത്തൊരു റൊട്ടേറ്റിംഗ് ഡ്രം ഉണ്ടാവും. ഓക്കെ, ദെൻ അതിനകത്തൊരു സ്റ്റാറ്റർ, റോട്ടർ, ഗൈഡ് വെയിൻസ് ഉണ്ട്. നമുക്ക് എല്ലാത്തിനകത്തും നമ്മൾ വെയിൻസ് കണ്ടതാണ്. അപ്പോൾ അതേപോലെ വെയിൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് റൊട്ടേറ്റിംഗ് ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന റോട്ടറി ഗൈഡ് വെയിൻസ്. എന്നിട്ട് കേസിങ്ങിനകത്ത് വരുന്നതാണ് സ്റ്റേറ്റർ വെയിൻസ്. അപ്പോൾ സ്റ്റേറ്റർ വെയിൻസ് റൊട്ടേറ്റ് ചെയ്യില്ല, മറ്റേ റോട്ടർ വെയിൻസ് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റിംഗ് ഡ്രമ്മിനകത്ത് വരുന്ന ഈ റൊട്ടേറ്റിംഗ് ഡ്രം റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് ഡ്രമ്മിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ റോട്ടർ വെയിൻസ് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. രണ്ട് സൈഡിലുണ്ട്. ഇത് കേസിങ്ങായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് സ്റ്റാറ്റർ ഗൈഡ് വെയിൻസ്. പിന്നെ കേസിങ്, ഔട്ടർ കേസിങ്. കേസിങ് റൊട്ടേറ്റ് ചെയ്യില്ല, കേസിങ് സ്റ്റേഷനറിയാണ്. കേസിങ് സ്റ്റേഷനറി ആയതുകൊണ്ട് കേസിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റർ ഗൈഡ് വെയിൻസ് റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് നമുക്ക് ഫ്ലോ വരുന്നത്. ഈ ഡയറക്ഷനിൽ എൻ്റർ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിന് ഇൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ വെയിൻസിൽ കൂടെ പാസ് ചെയ്ത് ഇതിലൂടെയാണ് കംപ്രസ്ഡ് എയർ പുറത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിലൂടെ എൻ്റർ ചെയ്യുന്ന എയർ ഹൈ പ്രഷറിൽ നമുക്ക് പുറത്തേക്ക് കംപ്രസ്ഡ് എയർ ആയിട്ട് അച്ചീവ് ചെയ്യുന്നു കിട്ടുന്നു. ഇതാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, പവർ സപ്ലൈ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യും, മോട്ടറിലേക്ക് കണക്ട് ചെയ്യും ഈ പോർഷൻ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡെലിവറി വെയിൻസ്. ഈ സൈഡിൽ നിന്നാണ് നമുക്ക് ഡെലിവറി കിട്ടുന്നത് കംപ്രസ്ഡ് എയർ. ഡെലിവറി വെയിൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഈ ഡയറക്ഷനിൽ എയർ ഡെലിവറി ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമുക്ക് പാർട്സ് എന്ന് പറയാം. എന്തൊക്കെയുള്ളത്, ഒന്ന് ഇൻലെറ്റ് സൈഡ്. ഇതാണ് ഇൻലെറ്റ് സൈഡ്. ഇൻലെറ്റ് സൈഡ് ഉണ്ട്. പിന്നെ ഒരു റൊട്ടേറ്റിംഗ് ഡ്രം ഉണ്ട്. റൊട്ടേറ്റിംഗ് ഡ്രമ്മിനകത്ത് അറ്റാച്ച് ചെയ്ത് റൊട്ടേറ്റിംഗ് ഗൈഡ് വെയിൻസ് ഉണ്ട്. മൂവിങ് ഗൈഡ് വെയിൻസ്, അതാണ് ആർ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ആർ എന്ന് പറയുന്നത് മൂവിങ് ഗൈഡ് വെയിൻസ്, റോട്ടർ മൂവിങ് ഗൈഡ് വെയിൻസ് ആണ് ആർ എന്ന് പറയുന്നത്. അത് എസ് എന്ന് പറയുന്നത് സ്റ്റാറ്റർ ഓർ ഫിക്സഡ് ബ്ലേഡ്സ് ഗൈഡ് വെയിൻസ്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിൽ ഫ്ലോ വരുന്ന എയർ ഇതിന് ഇൻ ബിറ്റ്വീൻ, അതായത് സ്റ്റേറ്ററിനും റോട്ടറിനും ഇടയ്ക്കൂടെ പാസ് ചെയ്ത് ഹൈ പ്രഷറിൽ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നു. ഇതാണ് ഔട്ടർ കേസിങ്. ഔട്ടർ കേസിങ്ങിലാണ് നമ്മൾ സ്റ്റേറ്റർ ബ്ലേഡ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡെലിവറി വെയിൻ ഉണ്ട്. ഡെലിവറി വെയിൻ വഴിയാണ് കംപ്രസ് ചെയ്ത് എയർ പുറത്തേക്ക് എടുക്കുന്നത്. ഇവിടെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ഡ്രമ്മുമായിട്ട് കണക്റ്റഡ് ആണ്. ഡ്രൈവിംഗ് ഷാഫ്റ്റ് മോട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, പവർ സപ്ലൈ യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എക്സ്പ്ലനേഷൻ എന്നുള്ളത് നോക്കാം. കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആൻ ആക്സിയൽ ഫ്ലോ കംപ്രസർ കൺസിസ്റ്റ് ഓഫ് അഡ്ജസൻറ്റ് റോസ് ഓഫ് റോട്ടർ ബ്ലേഡ്സ് ആൻഡ് സ്റ്റാറ്റർ ബ്ലേഡ്സ്. അഡ്ജസൻറ്റ് റോസ് ഓഫ് റോട്ടർ ബ്ലേഡ്സും ഉണ്ട്, സ്റ്റാറ്റർ ബ്ലേഡ്സും ഉണ്ട്. അഡ്ജസൻ്റ് ആയി അടുത്തടുത്തിരിക്കുന്ന റോട്ടർ ബ്ലേഡ്സും സ്റ്റാറ്റർ ബ്ലേഡ്സും ഉണ്ട്. റോട്ടർ ബ്ലേഡ്സ് ആർ ഫിക്സഡ് ഓൺ ദ റൊട്ടേറ്റിംഗ് ഡ്രം ആൻഡ് സ്റ്റാറ്റർ ബ്ലേഡ്സ് ആർ ഫിക്സഡ് ഓൺ ദ സ്റ്റേഷനറി കേസ്. നമ്മൾ പറഞ്ഞതുപോലെ റോട്ടർ ബ്ലേഡ്സ് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, റൊട്ടേറ്റിംഗ് ഡ്രമ്മുമായിട്ട് ഫിക്സഡ് ആണ്. സ്റ്റാറ്റർ ബ്ലേഡ്സ് സ്റ്റേഷനറി കേസിംഗ് ആയിട്ട് ഫിക്സഡ് ആണ്. എ സ്റ്റേജ് ഓഫ് ദ കംപ്രസർ കൺസിസ്റ്റ് ഓഫ് എ റോട്ടർ ആൻഡ് സ്റ്റാറ്റർ. ഒരു റോട്ടറും സ്റ്റാറ്ററും കൂടി ചേർന്ന ഒരു കോമ്പിനേഷനാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റേജ് എന്ന് പറയുന്നത് റോട്ടറും സ്റ്റാറ്ററും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ദ ബ്ലേഡ്സ് ഓഫ് ദ കംപ്രസർ ആർ ഡിസൈൻഡ് ഇൻ എയറോഫോയിൽ ഷേപ്പ്. അപ്പോൾ ഇതിൻ്റെ ബ്ലേഡ്സ്, നമുക്ക് സ്റ്റാറ്റർ ബ്ലേഡ്സും റോട്ടർ ബ്ലേഡ്സും പറഞ്ഞിരിക്കുന്ന ആ ബ്ലേഡ്സ് അതൊരു എയറോഫോയിൽ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് സ്റ്റോളിംഗ് ട്രബിൾ. ആ ഒരു ഈ എയർ അത് ഹിറ്റ് ചെയ്ത് അതിനകത്ത് എനർജി ലോസ് ഒന്നും ഉണ്ടാവാതിരിക്കാനും, പിന്നെ ഷോക്ക് അറ്റ് എൻട്രി സമയത്തുള്ള ഷോക്കും, എൻട്രിയിലും എക്സിറ്റിലും ഉണ്ടാകുന്ന ഷോക്കും പ്രിവെൻറ്റ് ചെയ്യാനും, ലോസസ് ഡ്യൂ ടു ടെർബുലൻസ് വഴിയുള്ള ലോസസ് പ്രിവെൻറ്റ് ചെയ്യാനും. അപ്പോൾ എന്താണ് ഈ എയറോഫോയിൽ ഷേപ്പ്? നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ ഷേപ്പ്, അങ്ങനെ തന്നെ നമ്മൾ കാറിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് എയറോഫോയിൽ ഷേപ്പിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ റെസിസ്റ്റൻസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ അത് കണക്കത്തെ ഈ എയറിൻ്റെ ഈ റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്രയും എനർജി ലോസേജ് ഉണ്ടാകത്തില്ല. അതെല്ലാം നമുക്ക് പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനാണ് നമ്മൾ ബ്ലേഡ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, എയറോഫോയിൽ ഷേപ്പിലേക്ക് കൊടുത്തിരിക്കുന്നത്. ബ്ലേഡ്സ് ഓഫ് ദ കംപ്രസർ ആർ ഡിസൈൻഡ് ഇൻ എയറോഫോയിൽ ഷേപ്പ് to prevent the stalling trouble, shock at entry and exit,
ദ ലോസസ് ഡ്യൂ ടു ടെർബുലൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടെർബുലൻസ് കൊണ്ടുള്ള ലോസസ് പ്രിവെൻറ്റ് ചെയ്യാനും സ്റ്റോളൻ ട്രബിൾ പ്രിവെൻറ്റ് ചെയ്യാനും അതിനൊക്കെ ഷോക്ക് മിനിമൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയറോഫോയിൽ ഷേപ്പ് കൊടുക്കുന്നത്. ആ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇനി ആക്സിയൽ ഫ്ലോ കംപ്രസർ, ദ ഫ്ലോ വെലോസിറ്റി ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അതായത് ഇതിനകത്തുള്ള വെലോസിറ്റി നമ്മൾ പല പല ബ്ലേഡ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്ലോ വെലോസിറ്റി നമുക്ക് VF എന്നല്ലെങ്കിൽ CF എന്നുള്ള രീതിയിൽ കൊടുക്കാം. വെലോസിറ്റി എയറിൻ്റെ C എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അപ്പോൾ ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ദ എൻ്റയർ ലെങ്ത് ഓഫ് ദ കംപ്രസർ. ഫ്ലോ വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. ടു അച്ചീവ് ദിസ് ദ ആനുലർ ഏരിയ ഈസ് റെഡ്യൂസ് ഫ്രം ഇൻലെറ്റ് ടു ഔട്ട്ലെറ്റ് ഓഫ് ദ കംപ്രസർ. അതായത് ഇത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏരിയ റെഡ്യൂസ് ചെയ്യണം. നമ്മൾ ആനുലർ ഏരിയ റെഡ്യൂസ് ചെയ്യും. നമുക്കറിയാം ഏരിയ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ വെലോസിറ്റി ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആക്കി നിർത്തിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻലെറ്റ് ടു ഔട്ട്ലെറ്റ് നമ്മളിവിടെ കാണുമ്പോൾ അറിയാം. ഇൻലെറ്റ് ടു ഔട്ട്ലെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റേഡിയ ഈ സ്പേസിൻ്റെ ഈ ഇടയ്ക്കുള്ള സ്പേസ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്ത് വരുന്നില്ലേ. അപ്പോൾ ഈ ഏരിയ ആനുലർ ഏരിയ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു, ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, വെലോസിറ്റി കൂടും. ബേസ്ഡ് ഓൺ വിച്ച് ഇക്വേഷൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കാരണം A1 V1 = A2 V2. ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് A1 V1 = A2 V2. അപ്പോൾ ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയുന്നു, ഏരിയ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെലോസിറ്റി കൂടുന്നു. അപ്പോൾ ഈ ഏരിയ കുറയുന്നത് കാരണം വെലോസിറ്റി കൂടുന്നു. പക്ഷേ നമ്മളിവിടെ പറയുന്നു എൻ്റയർ ഫ്ലോയിൽ നമ്മൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു. അതെങ്ങനെയാണ്, ഈ വെലോസിറ്റിയെ നമ്മൾ കുറച്ച് പോർഷനായിട്ട് പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്തു. ഇതിങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഡിഫ്യൂസറിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ആ ഡിഫ്യൂസറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വെലോസിറ്റി കൂടുന്നു. വെലോസിറ്റി കുറഞ്ഞിട്ട് പ്രഷർ കൂടുന്നു. അതായത് വെലോസിറ്റി യൂസ് ചെയ്തിട്ടാണ് പ്രഷർ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വെലോസിറ്റി കുറയില്ല. ആ വെലോസിറ്റി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയ വരുന്നത്. അപ്പോൾ വീണ്ടും വെലോസിറ്റി പഴയ രീതിയിലാവും. ആ വെലോസിറ്റിയെ വീണ്ടും നമ്മൾ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ആ വെലോസിറ്റി പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വീണ്ടും പറയുന്ന വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആനുലാർ ഏരിയ കുറച്ചിട്ട് വീണ്ടും വെലോസിറ്റി പഴയ രീതിയിൽ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വെലോസിറ്റി നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്ന വെലോസിറ്റിയെ കൂട്ടി കൊണ്ടുവന്ന് എന്താക്കുന്നു, കോൺസ്റ്റന്റ് ആക്കുന്നു. പ്രഷറിന് ഓട്ടോമാറ്റിക്കലി കൂട്ടി മാക്സിമം വാല്യൂ ആയിട്ട് കൊണ്ടുവരുന്നു, കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിൽ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് വർക്കിംഗ് വരുന്നത്. അപ്പോൾ in an axial flow compressor, the flow velocity is kept constant in the entire length of the compressor. To achieve this, the annular area is reduced from inlet to the outlet of the compressor. അതായത് നമുക്ക് ഈ ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആക്കി നിർത്തണം. നമ്മൾ വെലോസിറ്റിയെയാണ്, ഞാൻ ഒന്നിട്ട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക, വെലോസിറ്റിയെയാണ് നമ്മൾ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, കംപ്രസർ എന്താ ചെയ്യുന്നത്, വെലോസിറ്റിയെ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻലെറ്റിലുള്ള വെലോസിറ്റി ആദ്യമേ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ വെലോസിറ്റി കുറയുന്നു. വീണ്ടും നമ്മൾ ആനുലാർ ഏരിയ നമ്മൾ കുറയ്ക്കുന്നതിന് വഴി നമ്മൾ ആനുലാർ ഏരിയ കുറയ്ക്കുന്നത് വഴി, ആ ഇടയ്ക്കുള്ള ഏരിയ കുറയ്ക്കുന്നത് വഴി വീണ്ടും നമ്മൾ വെലോസിറ്റിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പഴയ രീതിയിൽ കൊണ്ടുവരുമ്പോൾ വീണ്ടും അതിനെ പ്രഷറായിട്ട് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വീണ്ടും വെലോസിറ്റി കുറയുന്നു. വെലോസിറ്റി കുറയുന്ന വെലോസിറ്റിക്ക് വീണ്ടും ആനുലാർ ഏരിയ, റെഡ്യൂസ്ഡ് ആനുലാർ ഏരിയയിലൂടെ പാസ് ചെയ്യുമ്പോൾ വീണ്ടും പഴയ വെലോസിറ്റിയിലേക്ക് വരുന്നു. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അതിനെ വീണ്ടും പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകും. എത്രത്തോളം സ്റ്റേജുകളുണ്ടോ അതിനനുസരിച്ച് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഫിക്സഡ് ബ്ലേഡ്സ് സെർവ് ചെയ്യുന്ന ഫങ്ഷൻസ് പറയാം. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ദ ഫിക്സഡ് ബ്ലേഡ്സ് ആർ to convert a part of the kinetic energy of the air into pressure energy. അപ്പോൾ കൈനറ്റിക് എനർജി, കുറച്ച് എയറിൻ്റെ കൈനറ്റിക് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഫിക്സഡ് ബ്ലേഡ്സ് യൂസ് ചെയ്യുന്നത്, പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പറഞ്ഞു, ഫിക്സഡ് ബ്ലേഡ്സ് കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഫിക്സഡ് ബ്ലേഡ്സ് എന്താ ചെയ്യുന്നത്, ഈ വരുന്ന എയറിൻ്റെ കൈനറ്റിക് എനർജിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഗൈഡ് ആൻഡ് റീഡയറക്ട് ദ ഫ്ലൂയിഡ് ഫ്ലോ സോ ദാറ്റ് ദ എൻട്രി ടു ദി നെക്സ്റ്റ് സ്റ്റേജ് ഈസ് വിത്തൗട്ട് ഷോക്ക്. ഇതിൽ നിന്ന് പിന്നെ അടുത്ത ഫംഗ്ഷൻ ഓഫ് ഫിക്സഡ് ബ്ലേഡ് എന്ന് പറയുന്നത് ഇതിനെ കറക്റ്റായിട്ട്, ഈ പുറത്തേക്ക് വരുന്ന എയറിനെ കറക്റ്റായിട്ട് അടുത്ത ബ്ലേഡിലേക്ക് ഷോക്ക് ഒന്നും കൂടാതെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫിക്സഡ് ബ്ലേഡ്സിൻ്റെ രണ്ട് ഫംഗ്ഷൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. എന്തൊക്കെയാണ്, ഒന്ന് കൺവേർട്ട് ദ കൈനറ്റിക് എനർജി ഓഫ് ദി എയർ ഇൻടു പ്രഷർ എനർജി, കൈനറ്റിക് എനർജിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട്. അപ്പോൾ അതിനാണല്ലോ നമ്മൾ കംപ്രസർ യൂസ് ചെയ്യുന്നത്, പ്രഷർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈ പ്രഷറിൽ എയറിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്രസർ യൂസ് ചെയ്യുന്നത്, എയർ കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ആരാണ്, ഫിക്സഡ് ബ്ലേഡ്സ് ആണ്. ഫിക്സഡ് ബ്ലേഡ്സ് എയറിൻ്റെ വെലോസിറ്റിയെ കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കൈനറ്റിക് എനർജി, വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയെ കൺവേർട്ട് ചെയ്ത് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, അത് കൂടാതെ തന്നെ എയറിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അതിനെ ഡയറക്റ്റ് ചെയ്ത് കറക്റ്റ് അടുത്ത സ്റ്റേജിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഫിക്സഡ് ബ്ലേഡ്സ്. സോ ദാറ്റ് ദെർ ഇസ് നോ ഷോക്ക് അറ്റ് നെക്സ്റ്റ് സ്റ്റേജിൽ. അടുത്ത സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഷോക്ക് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് ഡയഗ്രാം. ഈ ഡയഗ്രാം വരച്ച് പഠിക്കണം.
ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിൽ ഫ്ലോ കംപ്രസേഴ്സ് ചോദിക്കുമ്പോൾ ഈ ഫസ്റ്റ് വരയ്ക്കേണ്ടത് ഈ ഡയഗ്രാമാണ്. ആക്സിൽ ഫ്ലോ കംപ്രസേഴ്സിൻ്റെ തിയറി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർഷനിൽ നമുക്ക് ഒരുപാട് തിയറി എക്സ്പെക്ട് ചെയ്യാം. മോഡ്യൂൾ 6 5 6 നമുക്ക് ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വരച്ച് പഠിക്കുക. അപ്പോൾ അത് വരച്ച് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഡയഗ്രാം വരച്ച് അതിൻ്റെ പാർട്സ് എല്ലാം അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ആ ഡയഗ്രാം നോക്കി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഫംഗ്ഷൻസും കൺസ്ട്രക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ കൺസ്ട്രക്ഷൻസും വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് അതിൻ്റെ വർക്കിംഗും കൺസ്ട്രക്ഷനിലേക്ക് പോകാം. പിന്നെ ആക്സിൽ ഫ്ലോ കംപ്രസർ എയർ ഈസ് ഫ്ലോയിങ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ കംപ്രസർ. അപ്പോൾ നമ്മൾ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ വർക്കിങ്ങിലേക്ക് വരികയാണ്. അതായത് ഇതിനകത്ത് നമുക്ക് എന്താണ് എയർ ആക്സിസിന് പാരലായിട്ടാണ്, ഈ റൊട്ടേഷണൽ ആക്സിസിന് പാരലായിട്ടാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്, ആക്സിസിന് പാരലായിട്ടാണ് എയർ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആക്സിൽ ഫ്ലോ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് വീണ്ടും ഒന്നൊരു പറയുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റോട്ടോസ് ആർ ഫിക്സഡ് ടു റൊട്ടേറ്റിംഗ് ഡ്രം ആൻഡ് സ്റ്റേറ്റേഴ്സ് ആർ ഫിക്സഡ് ഇൻ ദ കേസിംഗ്. റോട്ടർ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? റൊട്ടേറ്റിംഗ് ഡ്രമ്മിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. സ്റ്റേറ്റർ കേസിംഗിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. വൺ സ്റ്റേജ് ഓഫ് ദ കംപ്രസർ മീൻസ് വൺ റോ ഓഫ് റോട്ടർ ബ്ലേഡ്സ് ആൻഡ് വൺ റോ ഓഫ് സ്റ്റേറ്റർ. ഒരു റൊട്ടേറ്റിംഗ് ബ്ലേഡും ഒരു സ്റ്റേറ്റർ ബ്ലേഡും ചേർന്നിട്ടാണ് ഒരു സ്റ്റേജ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ എത്രത്തോളം റോട്ടർ ബ്ലേഡും സ്റ്റേറ്റർ ബ്ലേഡ്സും ഉണ്ടോ അതിനനുസരിച്ച് അത്രയും സ്റ്റേജുകളുണ്ടാവും. ഇതൊരു സ്റ്റേജ്, ഇത് ഈ ഒരു കോമ്പിനേഷൻ ഒരു സ്റ്റേജ്, ഇതടുത്ത സ്റ്റേജ്, ഇതടുത്ത സ്റ്റേജ്, ഇതടുത്ത സ്റ്റേജ്, അങ്ങനെ മാറി മാറി. ഓക്കെ, അപ്പോൾ ബോത്ത് റോട്ടർ ബ്ലേഡ്സ് സ്റ്റേറ്റർ ബ്ലേഡ്സ് ഫോംസ് എ ഡിഫ്യൂസർ പാസേജ്. അപ്പോൾ അത് ആദ്യമേ എന്ത് ചെയ്യുന്നു? ഈ റോട്ടർ ബ്ലേഡ്സും സ്റ്റേറ്റർ ബ്ലേഡ്സും കൂടി ചേർന്നിട്ട് ഒരു ഡിഫ്യൂസർ പാസേജ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഡിഫ്യൂസർ പാസേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫ്യൂസർ പാസേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നോസിലിൻ്റെ നമ്മൾ എക്സ്പാൻഡിങ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നതാണ്. ഏരിയ ഇൻക്രീസിങ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നതാണ് ഡിഫ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് പറ്റുന്നു? വെലോസിറ്റിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നോസിൽ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നോസിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ പെൽട്ടൺ ടർബൈൻ്റെ കേസിലൊക്കെ കണ്ടതാണ്. നോസിൽ എന്താ ചെയ്യുന്നത്? നോസിൽ ഈസ് കൺവേർട്ടിങ് ദ പ്രഷർ എനർജി ടു വെലോസിറ്റി. ഇവിടെ ഡിഫ്യൂസർ എന്താ ചെയ്യുന്നത്? നേരെ റിവേഴ്സാണ്. വെലോസിറ്റിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു? വെലോസിറ്റിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ റോട്ടർ ബ്ലേഡും സ്റ്റേറ്റർ ബ്ലേഡും ചേർന്നിട്ടുള്ള ആ കോമ്പിനേഷൻ എന്ത് ചെയ്യുന്ന ഒരു ഡിഫ്യൂസർ പാസേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുവഴി നമുക്ക് എയർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു at the expense of velocity. After the air gets pressurized in one stage, it will be allowed to pass through the next stage and the process is continuous, thus increasing the pressure. അങ്ങനെ ഓരോ സ്റ്റേജ് വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ അപ്പോൾ അത് അതിൻ്റെ ഒരു സ്റ്റേജ് പാസ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓട്ടോമാറ്റിക്കലി കുറയാം. അപ്പോൾ ഈ കുറയുന്ന വെലോസിറ്റിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആനുലാർ ഏരിയ ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. ആനുലാർ ഏരിയ ഡിക്രീസ് ചെയ്തിരിക്കുന്നതാണ് വെലോസിറ്റി വീണ്ടും പഴയ വെലോസിറ്റി ആവും. ഇത് മനസ്സിലായോ സംഭവം, കൺസെപ്റ്റ്? ഓക്കെ, അപ്പോൾ the annular area is reduced from inlet to outlet of the compressor to keep the flow velocity constant. അതാണ് അവിടെ പറയുന്നത്. ദ ആനുലാർ ഏരിയ ഈസ് ലാസ്റ്റ് പറഞ്ഞേക്കുന്ന സെൻറ്റൻസ് നോക്കുക. അതായത് നമ്മൾ ഈ റോട്ടർ ബ്ലേഡും സ്റ്റേറ്റർ ബ്ലേഡും കൂടി ചേർന്നിട്ട് ഒരു ഡിഫ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഡിഫ്യൂസറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ വരുന്ന എയറിൻ്റെ വെലോസിറ്റിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രഷർ കൂട്ടാൻ കഴിയുന്നു. പക്ഷേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? അവിടെ വെലോസിറ്റി കുറയുന്നു. അപ്പോൾ ആ കുറയുന്ന വെലോസിറ്റിയെ വീണ്ടും കോൺസ്റ്റന്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആനുലാർ ഏരിയ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻലെറ്റിൽ നിന്നും ഔട്ട്ലെറ്റിലേക്ക് വരുമ്പോൾ ആനുലാർ ഏരിയ കുറഞ്ഞു വരുന്നത് കാരണം വീണ്ടും ഈ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? പഴയ ഫ്ലോ വെലോസിറ്റി പഴയ രീതിയിലേക്ക് വരുന്നു. അത് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ത്രൂ ഔട്ട് ദ എൻറ്റയർ പ്രോസസ് വി ആർ മെയിൻറ്റെയിനിങ് ദ ഫ്ലോ വെലോസിറ്റി ആസ് കോൺസ്റ്റന്റ്. അതാണ് CF1 = CF2 = CF. ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റന്റ്. നമ്മുടെ VF എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ CF. നമ്മുടെ എയർ പറയുന്നതാണ് CF എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്ലോ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ പവർ ഫ്രം ദ ഡ്രൈവർ ഷാഫ്റ്റ്, നമ്മൾ പവർ കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ഡ്രൈവർ ഷാഫ്റ്റിലാണ്. ഡ്രൈവർ ഷാഫ്റ്റ് മോട്ടറിലായിട്ട് കണക്റ്റഡ് ആയിരിക്കും. മോട്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടർ കറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രൈവർ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ആ ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നു. ഡ്രം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റോട്ടർ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് പവർ ട്രാൻസ്മിഷൻ എല്ലാം. Power from the driver shaft is transferred to the moving blades through the rotating drum. A compressor stage consists of a rotor followed by a stator. ഒരു കംപ്രസർ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു റോട്ടർ സ്റ്റേറ്ററിനോട് ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ. ഇൻ ദ ഇൻലെറ്റ് ഓഫ് ദ ആക്സിൽ ഫ്ലോ കംപ്രസർ എ സെറ്റ് ഓഫ് ഇൻലെറ്റ് ഗേറ്റ് വെയിൻസ് വെയർ മെയ്ഡ് വിച്ച് ഡയറക്ട് എയർ ഇൻ ടു ദ റോട്ടർ ബ്ലേഡ്സ് വിത്ത് പ്രോപ്പർ ആംഗിൾ ഓഫ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഷോക്ക് കൂടാതെയുള്ള എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ വർക്കിംഗ് പറയുമ്പോൾ കൂടുതൽ എടുത്ത് പറയുന്നത്. The first row of motor blades imparts kinetic energy and pressure energy. The pressure energy increases because of the increasing flow area. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏരിയ കൂടി വരുന്നത് കാരണം A2 എന്ന് പറയുന്ന അടുത്ത ഏരിയ ഫസ്റ്റ് പ്രീവിയസ് ഏരിയക്കാട്ടിലും കൂടുതലായതുകൊണ്ട് ഡിഫ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നു. ഡിഫ്യൂസർ എന്ന് പറയുമ്പോൾ വെലോസിറ്റിയെ പ്രഷർ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് കൂടാതെ ആനുലാർ ഏരിയ വരുമ്പോൾ വീണ്ടും ഫ്ലോ
വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്നു. അപ്പോൾ ഇൻ ദ ഫസ്റ്റ് ഫ്ലോ ഓഫ് സ്റ്റേറ്റർ പ്ലേസ് ദ ആബ്സല്യൂട്ട് വെലോസിറ്റി ഇസ് യൂട്ടിലൈസ്ഡ് ടു ഇൻക്രീസ് ദ സ്റ്റാറ്റിക് പ്രഷർ. ആദ്യത്തെ ഇതിനകത്ത് ആബ്സല്യൂട്ട് വെലോസിറ്റിയെ നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഡിഫ്യൂസർ ആക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഡിഫ്യൂസറാണ് അതിൻ്റെ പർപ്പസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ത്രൂ ഔട്ട് നമ്മൾ എന്തെന്ന് പറയാം, കംപ്രസറിൽ ത്രൂ ഔട്ട് ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് CF1 = CF2 = CF ഫ്ലോ കോൺസ്റ്റന്റ്. ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് CF എന്ന് പറയുന്ന വാല്യൂവിനെ എഴുതാം. ദെൻ ബ്ലേഡ് വെലോസിറ്റി എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആയിരിക്കും. ബ്ലേഡ് വെലോസിറ്റി നമുക്ക് മറ്റുള്ള കംപ്രസറുകളെ പോലെ ബ്ലേഡിന് വലിയ വ്യത്യാസം വരുന്നില്ല, വലിയ ലെങ്ത് ഉള്ള ബ്ലേഡ്സ് അല്ല. അപ്പോൾ എന്ത് പറ്റുന്ന ബ്ലേഡ് വെലോസിറ്റിയും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ CB1, അതായത് നമുക്ക് മുമ്പ് നമ്മൾ പറയുന്നത് ഫ്ലൂയിഡ് ലിക്വിഡ്സിന്റെ കേസിൽ നമ്മൾ ടർബൈൻ്റെയും പമ്പിന്റെയും കേസിൽ നമ്മൾ U1 U2 എന്ന് പറഞ്ഞില്ലേ, U = πdN/60. ആ U1 ബ്ലേഡ് വെലോസിറ്റി U അത് തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് CBL1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത്. ബ്ലേഡ് വെലോസിറ്റി CB1 CB2 എന്ന് പറയുന്നത് എന്താണ്, U1 U2 എന്നൊക്കെയാണ് നമ്മൾ എന്താണ് CB1 CB2 എന്നൊക്കെ പറയുന്നത്. ഇവിടെ ബ്ലേഡ് വെലോസിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. കാരണം വലിയ ബ്ലേഡ്സ് അല്ല യൂസ് ചെയ്യുന്നത്, ടർബൈനെയും പമ്പുകളുടെയും പോലെ വലിയ ബ്ലേഡ്സ് അല്ല. അതുകൊണ്ട് ഇവിടുത്തെ ബ്ലേഡ് വെലോസിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. CB1 = CB2 = CB. ഓക്കെ. ദെൻ ആബ്സല്യൂട്ട് വെലോസിറ്റി C1 = C3. അതായത് ആബ്സല്യൂട്ട് വെലോസിറ്റിയും വ്യത്യാസം വരുന്നില്ല. ഇത് ലാസ്റ്റ് പുറത്തേക്ക് വരുന്ന വെലോസിറ്റി നമുക്ക് എന്താണ്, ഇൻലെറ്റ് വെലോസിറ്റിയും ഔട്ട്ലെറ്റ് വെലോസിറ്റിയും മൊത്തത്തിൽ ജെറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനൊക്കെ തന്നെ ബ്ലേഡ് ആംഗിൾസ് α1 α3 എന്ന് പറയുന്നതാണ് ജെറ്റിന്റെ ആംഗിൾ, ഇൻലെറ്റ് ആംഗിളും ഔട്ട്ലെറ്റ് ആംഗിളും സെയിം തന്നെയാണ്. ഓക്കെ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സ്റ്റേജ് വെലോസിറ്റി ട്രയാങ്കിൾ ആണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റേജ് വെലോസിറ്റി ട്രയാങ്കിൾ ഇതാണ് നമുക്ക് സ്റ്റേജ് വെലോസിറ്റി ട്രയാങ്കിൾ. അതായത് ഇത് ഇൻലെറ്റ് സൈഡ്, ഇവിടെ റോട്ടർ ബ്ലേഡ്സിന് പുറത്തേക്ക് വരുന്ന ഇതാണ് V2. അവിടെ നിന്ന് സ്റ്റേറ്റർ ബ്ലേഡ്സിലേക്ക് വരുന്നു, അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ 3 വെലോസിറ്റീസ് ഉണ്ട്. ഇൻലെറ്റ് വരുന്നത് റോട്ടർ ബ്ലേഡ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് V1 എന്ന് പറയും. അവിടെ നിന്ന് റോട്ടർ ബ്ലേഡ്സിലേക്ക് കയറിയതിന് ശേഷം പുറത്തേക്ക് വരുന്ന V2. അവിടെ നിന്ന് സ്റ്റേറ്റർ ബ്ലേഡ്സിലേക്ക് വരുന്നു, പുറത്തേക്ക് വരുന്ന V3. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു എയർ എൻറ്റേഴ്സ് വിത്ത് ആൻ ആബ്സല്യൂട്ട് വെലോസിറ്റി C1 ആൻഡ് ആംഗിൾ α1 ടു ദ റോട്ടർ ബ്ലേഡ്. റോട്ടർ ബ്ലേഡിലേക്ക് വെലോസിറ്റി C1 ആണ് എൻ്റർ ചെയ്യുന്നത്. ഇൻലെറ്റ് ആംഗിൾ ഓഫ് ദ എയർ എന്ന് പറയുന്നത് α1 ആണ്. ആക്സിയൽ കംപ്രസർ ഫോളോയിങ് അത് നമുക്ക് ഇതിനകത്ത് വരുന്ന അസംഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ അസംഷൻസ് ആണ് ഇത്. വീണ്ടും ഒന്നൊരു പറയുന്നേ ഉള്ളൂ, ഒന്നൊരു നോക്കുക. അതായത് ഒന്ന് ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, പിന്നെ ബ്ലേഡ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. പിന്നീട് എന്താണ്, ഇൻലെറ്റിന്റെ വെലോസിറ്റി ആബ്സല്യൂട്ട് വെലോസിറ്റി അറ്റ് ഇൻലെറ്റും ആബ്സല്യൂട്ട് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റും സെയിം തന്നെയാണ്. ദെൻ α1 α3 സെയിം തന്നെയാണ്. ഇൻലെറ്റിന്റെ എയർ ഇൻലെറ്റ് ആംഗിളും എയർ ഔട്ട്ലെറ്റ് ആംഗിളും സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ വെലോസിറ്റി ട്രയാങ്കിൾസ് വരുന്നത്. ഇതാണ് ഇൻലെറ്റിൻ്റെ ഉള്ള വെലോസിറ്റി ട്രയാങ്കിൾ. ഇത് റോട്ടർ ബ്ലേഡ്സിന് പുറത്തേക്ക് വരുന്ന വെലോസിറ്റി ട്രയാങ്കിളാണിത്. ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ട്രയാങ്കിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. റോട്ടർ ബ്ലേഡ്സിൻ്റെ പുറത്തേക്ക് വരുന്നത്. ഓക്കെ. ഇത് നോക്കുക, V1 എന്ന് പറയുന്നതാണ് ഇൻലെറ്റ് വെലോസിറ്റി. V എന്നും പറയാം, നമുക്ക് എന്താ പറയുക C1 എന്ന് പറയാം. ഓക്കെ. ഇവിടെ നമ്മൾ V1 എന്ന് കൊടുത്തിരിക്കുന്ന യഥാർത്ഥ C1 ആണ്. C1 എന്ന് പറയും, CR1. ദെൻ യുവിന് പകരം CB1 ബ്ലേഡ് വെലോസിറ്റി, CW1 CF1 എന്നൊക്കെ നമ്മൾ നോർമലി കൊടുക്കുക. രണ്ടും സെയിം തന്നെയാണ്, വ്യത്യാസമില്ല. ഇത് ഔട്ട്ലെറ്റ് V2 PR2 CW2 CF2. യുവിന് പകരം എന്താ വരുന്നത് CB. ഓക്കെ. എന്തുകൊണ്ട് നമ്മൾ U എന്ന് മാത്രം പറയുന്നത്? എല്ലായിടത്തും U സെയിം തന്നെയാണ്. എന്താ? കാരണം CB1 = CB2 = CB. എന്തുകൊണ്ടാണ്? ബ്ലേഡ് വെലോസിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല. ഓക്കെ. ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ബ്ലേഡിന് വ്യത്യാസം വരുന്നില്ല, സെയിം തന്നെയാണ്. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് വെലോസിറ്റി ട്രയാങ്കിൾ. ഇത് എളുപ്പമാണ് വരയ്ക്കാൻ, സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നുണ്ട് രണ്ടിലും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഇതിൽ നിന്ന് നമ്മളൊരു റിലേഷൻ കണ്ടുപിടിക്കുകയാണ്. അതായത് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് ഓഫ് ദ റോട്ടറിൻ്റെ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ tan α1 = CW1/CF1. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കാം. tan α ഇതാണ് α1 എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് എന്ത്, tan α. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, VW1 ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, VF1 ആണ്. ഇത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് tan α1 CW1/CF1. അപ്പോൾ ആദ്യം നമ്മൾ CW1 കണ്ടുപിടിച്ച് വെച്ചേക്കുന്നു. അതൊരു ഇക്വേഷൻ. അതായത് CW1 എന്ത് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ CF1 × tan α1 എന്ന് കിട്ടത്തില്ലേ, അത് മാത്രം കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഓക്കെ. അതൊരു ഇക്വേഷനായിട്ട് സേവ് ചെയ്തു. ഇനി അടുത്ത എന്ത് ചെയ്യുന്നു, tan β1 കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് tan β1 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എന്താണ് ഓപ്പോസിറ്റ് സൈഡ്? യുവിന് പകരം എന്ത് കൊടുക്കുക? യുവിന് പകരം CB1 കൊടുക്കുക. CB1 - CW1.
VW1 പകരം CW1 കൊടുക്കുക. അപ്പോൾ CB1 മൈനസ് CW1 ആണ് ഓപ്പോസിറ്റ് സൈഡ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ ലെങ്ത് എത്രയാണ്? CB1 മൈനസ് CW1, അതാണ് ഈ ലെങ്ത്. CB1 മൈനസ് CW1, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് CB1 മൈനസ് CW1. പിന്നീട് അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്താണ്? CF1, ഇതാണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അപ്പോൾ ടാൻ β1 എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? CB1 മൈനസ് CW1 ഡിവൈഡഡ് ബൈ CF1. അതിലിവിടെ ചെയ്തേക്കുന്നത് ഉണ്ടോ? CBL1 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CBL1 എന്ന് പറയുന്നത് എന്താണ്? ബ്ലേഡ് വെലോസിറ്റിയാണ്, ബ്ലേഡിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ്. CBL1 തന്നെയാണ് CB1 എന്ന് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മളെ U തന്നെയാണ് CBL1 എന്ന് പറയുന്നത്. ഓക്കെ. U മൈനസ് U1 U2 ഒക്കെ സെയിം ആണ്. CBL1 CB2 ഒക്കെ സെയിം ആണ്, അറിയാലോ, നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതായത് U മൈനസ് VW1 ബൈ VF1, അത് തന്നെയാണ് ഈ ഇക്വേഷൻ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. എയർ ആയതുകൊണ്ടാണ് നമ്മൾ C എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ CBL1 മൈനസ് CW1. അപ്പോൾ ഇതിൽ നമ്മൾ CBL1 മൈനസ് CW1 കണ്ടുപിടിച്ചു. അതിന് നമുക്ക് ഈക്വൽ ടു CF1 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊന്നേ ഉള്ളൂ, വേറെ കാര്യങ്ങളില്ല. അതിൽ നമുക്ക് CW1 കണ്ടുപിടിച്ചു. CW1 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? CW1 മാത്രം എടുത്തു, ബാക്കിയെല്ലാം ഇപ്പത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണത്. അത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇന്ന് നമുക്ക് CW1 കണ്ടുപിടിച്ചു, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ CW1 കണ്ടുപിടിച്ചു. ഒന്ന് നമ്മൾ ടാൻ ആൽഫ1 എടുത്തു, രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ടാൻ β1 എടുത്തു. അതായത് ഈ വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് ഒന്നാമത് ടാൻ ആൽഫ1 എടുത്തു, രണ്ടാമത് നമ്മൾ എന്ത്? ടാൻ β1 എടുത്തു. അത്രേ ഉള്ളൂ. രണ്ട് ഇക്വേഷൻ കിട്ടിയത് നമ്മൾ CW1 കണ്ടുപിടിച്ചു, രണ്ടിൽ നിന്ന് നമ്മൾ CW1 കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഇതേപോലെ ചെയ്യാം. റോട്ടോ ബ്ലേഡിൻ്റെ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ അതേപോലെ ചെയ്യാം. ടാൻ ആൽഫ2 കണ്ടുപിടിക്കുക. ടാൻ ആൽഫ2 നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ടാൻ ആൽഫ2, രണ്ടാമത്തെ വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് ടാൻ ആൽഫ2 കൊടുക്കുക. ടാൻ ആൽഫ2 എന്താണ്? CW2 ഡിവൈഡഡ് ബൈ CF2, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. CW2 ഡിവൈഡഡ് ബൈ CF2 അതാണ് ടാൻ ആൽഫ2. ഓക്കെ. അതിൽ നമ്മൾ CW2 കണ്ടുപിടിച്ചു. CW2 ഈക്വൽ ടു CF2 ഇൻറ്റു ടാൻ ആൽഫ2, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യുക? ടാൻ β2 കണ്ടുപിടിക്കും. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൻ്റെ ടാൻ β2 കണ്ടുപിടിക്കും. ടാൻ β2 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? U മൈനസ് VW2. യുവിനെ നമുക്ക് എങ്ങനെയും പറയാം? CBL2 ആണ് ഇവിടെ. CBL2 മൈനസ് CW2 ആണ് ഇവിടെ ഈ ലെങ്ത് എന്ന് പറയാം. CBL2 മൈനസ് CW2, അതായത് U മൈനസ് VW2 സെയിം. അതിന് പകരമാണ് നമ്മൾ CBL2 മൈനസ് CW2 പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് CF2. അതാണ് ടാൻ β2. കണ്ടോ? ടാൻ β2 ഈക്വൽ ടു CBL2 മൈനസ് CW2 ഡിവൈഡ് ബൈ CF2. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അതിൽ നമ്മൾ CW2 കണ്ടുപിടിച്ചു. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നമ്മൾ രണ്ട് CW2 കണ്ടുപിടിച്ചു. ഒന്ന് ടാൻ ആൽഫ2 വെച്ചിട്ടുള്ള CW2 കണ്ടുപിടിച്ചു, ഒന്ന് ടാൻ β2 വെച്ചിട്ടുള്ള CW2 കണ്ടുപിടിച്ചു. നമുക്കിവിടെ 4 ഇക്വേഷൻസ് കിട്ടി മൊത്തം. ഇൻലെറ്റിൽ നിന്ന് CW1 ഇൻലെറ്റിൽ നിന്നുള്ള CW1 എന്നുള്ള രണ്ട് ഇക്വേഷൻ, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് CW2 രണ്ട് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ഇക്വേഷനും എയും സിയും തമ്മിൽ ആഡ് ചെയ്യുക, ബിയും സിയും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CW1 പ്ലസ് CW2 കിട്ടൂലേ. ഒന്നാമത്തെ ഇക്വേഷനും എയും സിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ CW1 പ്ലസ് CW2, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴോ ഇവിടെയും നമുക്ക് എന്ത് കിട്ടാം? CW1 പ്ലസ് CW2. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് മാത്രം ആഡ് ചെയ്യാം, LHS മാത്രം എടുക്കും. അതായത് രണ്ടും സെയിം അല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ CW1 പ്ലസ് CW2. ഓക്കെ. A പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? CW1 പ്ലസ് CW2. ഇവിടെ A പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? CW1 പ്ലസ് CW2. അതിൻ്റെ RHS മാത്രം എടുത്ത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ നോക്കാം, ഉണ്ടോ? രണ്ടിൻ്റെയും കൂടി RHS A പ്ലസ് ഡി ഇസിക്വൽ ടു B പ്ലസ് സി. A പ്ലസ് ഡിയും B പ്ലസ് സിയും സെയിം തന്നെയാണ്. A പ്ലസ് ഡി ഇവർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, രണ്ടും സെയിം തന്നെ വരാൻ. A പ്ലസ് സിയും B പ്ലസ് ഡി എടുത്താലും സെയിം തന്നെയാണ്. ഏത് രീതിയിലെടുക്കുക? A പ്ലസ് ഡി. ഓക്കെ. അപ്പോൾ ഇവർ A പ്ലസ് ഡി പ്ലസ് B പ്ലസ് ഇസിക്വൽ ടു B പ്ലസ് സി എന്ന് എടുക്കും. അപ്പോൾ എന്ത് ചെയ്തേ? അത് നമുക്ക് CW1 പ്ലസ് CW2 ഇസിക്വൽ ടു CW1 പ്ലസ് CW2 എന്നുള്ളൊരു ഇക്വേഷൻ വരും. അപ്പോൾ അതിൻ്റെ RHS സൈഡ് എടുത്ത് എഴുതുമ്പോൾ ഈ രീതിയിൽ വരും. ഇതാണ് RHS സൈഡ് എടുത്ത് കഴിയുമ്പോൾ ഇക്വേഷൻ. അതിന് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ടാൻ ആൽഫ1 പ്ലസ് ടാൻ β1 ഇസിക്വൽ ടു ടാൻ ആൽഫ2 പ്ലസ് ടാൻ β2. നോക്കാം ആദ്യത്തെ ഇക്വേഷൻ നോക്കാം. ടാൻ ആൽഫ1 പ്ലസ് ടാൻ ആൽഫ, ഇത് നമുക്ക് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ റിലേഷൻ ചോദിക്കാം. ഫൈൻഡ് ഔട്ട് ടാൻ ആൽഫ1 പ്ലസ് ടാൻ β1 ഇസിക്വൽ ടു ടാൻ ആൽഫ2 പ്ലസ് ടാൻ β2. ഈ റിലേഷൻ പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അതൊന്ന് എഴുതി നോക്കാം, എളുപ്പമാണ്. സ്റ്റേറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട്. നൗ ഓയിലേഴ്സ് വർക്ക് ഡൺ ഇൻ ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ്. എന്താണ് തിയററ്റിക്കൽ വർക്ക് ഡൺ അല്ലെങ്കിൽ ഓയിലേഴ്സ് വർക്ക്? നമ്മൾ എല്ലാ കേസിലും നമ്മൾ
തിയററ്റിക്കൽ വർക്ക് ഡൺ പറഞ്ഞാണ്, എല്ലാ കംപ്രസറിൻ്റെയും തിയററ്റിക്കൽ വർക്ക് ഡൺ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല, സെയിം ഇക്വേഷൻ. അപ്പോൾ നോർമലി നമ്മൾ ഓയിലേഴ്സ് വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ഫോർ ടർബൈൻ എന്ത് വരുന്നു, നേരത്തെ ഡെറിവ് ചെയ്ത് മുമ്പ് ഡെറിവ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ മൊഡ്യൂളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ടർബൈൻ്റെ ഓയിലേഴ്സ് വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് എം വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് സി ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു VW1 U1 പ്ലസ് VW പ്ലസ് ഓർ മൈനസ് VW2 U2. ഓക്കെ, VW1 U1 പ്ലസ് VW2 U2. നമ്മൾ കംപ്രസറിൻ്റെ കേസിൽ വന്നപ്പോൾ അതേ സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ നേരെ തിരിഞ്ഞു വരും. കാരണം ഔട്ട്ലെറ്റ് കംപ്രസ് ചെയ്തിട്ട് വരുമ്പോഴുള്ള വ്യത്യാസം വരുന്നതാണ്. എം ഡോട്ട് എന്നത് VW2 U2 പ്ലസ് ഓർ മൈനസ് VW1 U1 സെയിം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ കംപ്രസറിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ബീറ്റ ഈസ് അക്യൂട്ട്, നോർമലി അക്യൂട്ടാണ്. ബീറ്റ നമുക്ക് അക്യൂട്ട് ആംഗിളേ വരത്തുള്ളൂ. β1 β2 എന്നൊക്കെ പറയുന്ന അക്യൂട്ട് ആംഗിളേ വരത്തുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യും, എപ്പോഴും നെഗറ്റീവ് സൈനാണ് നമ്മൾ കൊടുക്കേണ്ടത്, പ്ലസ് സൈൻ അല്ല, നെഗറ്റീവ് സൈനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ രീതിയിൽ വരും. നമ്മൾ VW2 പകരം കൊടുത്തതാണ് എന്താണ് VW2 പകരം CW2 കൊടുത്തു. ഓക്കെ, ഇവിടെ U2ഉം U1ഉം കംപ്രസറിൻ്റെ കേസിൽ എന്താണ് സെയിം ആണ്. ആ കണ്ടീഷൻസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. U2ഉം U1 എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ നമ്മൾ പറഞ്ഞു ബ്ലേഡിൻ്റെ ടാൻജൻഷ്യൽ, ഈ ആക്സിയൽ ഫ്ലോ കംപ്രസറിൻ്റെ കേസിൽ ബ്ലേഡിൻ്റെ ടാൻജൻഷ്യൽ ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫ്ലോ വെലോസിറ്റി അല്ല, ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ബ്ലേഡ് എന്ന് പറയുന്നത് എന്താണ്, ബ്ലേഡിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതായത് U2 ഈക്വൽ U1. എന്തുകൊണ്ടാണ്, ചെറിയ ബ്ലേഡ്സ് ആണ് വരുന്നത്, അപ്പോൾ നമ്മൾ വെലോസിറ്റിക്ക് വ്യത്യാസം. അപ്പോൾ U2 ഈക്വൽ U1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, U2നെ കോമൺ എടുത്ത് പുറത്ത് വെച്ച് വയ്ക്കുന്നത്. അപ്പോൾ U എന്ന് പറയുന്നത് നമ്മൾ ആക്സിയൽ ഫ്ലോ കംപ്രസസിൻ്റെ കേസിൽ എയർ വരുന്നത് കൊണ്ട് നമ്മൾ യുവിന് പകരം നമ്മൾ എന്തെന്ന് കൊടുക്കും, CBL. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, U കോമൺ എടുത്തതേ ഉള്ളൂ. അപ്പോൾ VW2 മൈനസ് VW1 ഇൻറ്റു U എന്നല്ലേ വരുന്നത്, VW2 മൈനസ് VW1 ഇൻറ്റു U. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, M ഡോട്ട് ഇൻറ്റു VW2 മൈനസ് VW1 ഇൻറ്റു U. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, സിയുടെ ടേം യൂസ് ചെയ്തിരിക്കുന്നത്, വിക്ക് പകരം C യൂസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ M ഡോട്ട് ഇൻറ്റു CW2 മൈനസ് CW1 ഇൻറ്റു CBL. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ വർക്ക് ഡൺ പെർ സെക്കൻഡിൻ്റെ. 4 യൂണിറ്റ് മാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, M1 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കംപ്രസറിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത ഡിഗ്രി ഓഫ് റിയാക്ഷൻ ആണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാം. ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ് ആണ് നമുക്ക് ഇത്രയും പറഞ്ഞത്. അതിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അതിൻ്റെ ഡയഗ്രം, പിന്നെ സ്റ്റേജ് വെലോസിറ്റി, ട്രയാങ്കിൾസ്, ദെൻ ഓയിലേഴ്സ് വർക്ക് ഡൺ ഫോർ തിയററ്റിക്കൽ ഇൻ ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ്. അത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. ഓക്കെ, താങ്ക് യു.